നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. കരമന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് തൊടുപുഴ പോലീസിന് കൈമാറി. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ നടി ജയസൂര്യക്കെതിരെ പരാതിയുമായി എത്തിയത്. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, ഇപ്പോൾ ഈ ജയസൂര്യക്കെതിരെ രണ്ടുപേരല്ല, മൂന്നാമതൊരു നടി കൂടി പരാതി നൽകിയെന്നാണോ വായിച്ചെടുക്കേണ്ടത്? അതെ, ഒരു നടി രണ്ട് പരാതികൾ നൽകിയെന്നാണ്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, നടൻ ജയസൂര്യക്കെതിരെ 2 പേർ ഉന്നയിച്ച പരാതികളാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അതായത് കന്റോൺമെന്റ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാവിലെയോടെ കരമന പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 2 പേരും 2 പരാതിക്കാരാണ് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് പരാതി നൽകിയ പരാതിക്കാരി ഉന്നയിക്കുന്ന പരാതി എന്ന് പറയുന്നത് തൊടുപുഴ ലൊക്കേഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. കരമന സ്വദേശിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെയാണ് കരമന പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. ഉടൻ തന്നെ തൊടുപുഴ ലൊക്കേഷനിലായി സംഭവം നടന്നതിനാൽ തന്നെ തൊടുപുഴയിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടെ പോലീസ് കേസ് കൈമാറി എന്നാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണം തൊടുപുഴ കേന്ദ്രീകരിച്ചായിരിക്കും, തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പരാതിക്കാരിയുടെ മൊഴി കഴിഞ്ഞ ദിവസം വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്. നേരത്തെ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഈ ജയസൂര്യ അപമര്യാദയായി പെരുമാറിയെന്നൊരു നടി പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് കരമനയിൽ നിന്നുള്ള തിരുവനന്തപുരം സ്വദേശിയായ നടി പരാതി നൽകിയെന്നുള്ള വിവരങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും പുതുതായി വരുന്നത് അതേ രണ്ടാമത് പരാതി നൽകിയ ആ നടിയുടെ പരാതി തൊടുപുഴ സ്റ്റേഷന് കൈമാറി എന്നുള്ളതാണ് പുതിയ വാർത്ത. അതല്ല, മറ്റൊരു പരാതി കൂടി വന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തത കുറവുണ്ട് അതിനകത്ത്. ഇത് സൂചിപ്പിച്ചതുപോലെ, അതായത് രണ്ടാമത് പരാതി നൽകിയ പരാതിക്കാരിയുടെ പരാതിയാണ് തൊടുപുഴയിലേക്ക് കൈമാറിയത്. കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള ഷൂട്ടിനിടെ ഒരാൾ നടൻ കയറി പിടിച്ചു എന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് പോലീസിൽ കൊച്ചി സ്വദേശിയായ നടി നൽകിയ പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് കരമന സ്വദേശിയായ നടിയുടെ പരാതി, അതായത് രണ്ടാമത്തെ പരാതി. ഈ രണ്ടാമത്തെ പരാതിയാണ് നിലവിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയത്. ഇത് ഇനി തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ മധ്യ കേരളത്തിൽ ഈ സിനിമാ മേഖലയിലുള്ള ഈ പീഡന ആരോപണ പരാതികൾ അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിന് മധ്യ കേരളം കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘം, അതാണ് തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘം. ഈ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പരാതിക്കാരിയുടെ മൊഴി കഴിഞ്ഞ ദിവസം തന്നെ രേഖപ്പെടുത്തിയിരുന്നു. പരാതിക്കാരി ഇന്ന് മാധ്യമങ്ങളെ കണ്ടും കൂടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ദുരനുഭവം 2013 ആണ് തനിക്ക് അനുഭവപ്പെട്ടത്. ഒരു സിനിമ ഷൂട്ടിനിടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഉടൻ തന്നെ താൻ പ്രതികരിച്ചു. സംഭവം തന്റെ ഭർത്താവിനെ അറിയിച്ച് അവിടെ വെച്ച് പ്രശ്നം പരിഹരിച്ചു എന്നതാണ്. തുടർന്നാണ് പരാതിയുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയത്. ഏതായാലും ഇത്തരത്തിൽ ഒരു ദുരനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ പരാതിക്കാരി വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെയാണ് ഈ ആദ്യം നൽകിയ പരാതി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയസൂര്യക്കെതിരെ വീണ്ടും രണ്ടാമതൊരു പരാതി വന്നിരിക്കുന്നത്. ഏതായാലും മധ്യ കേരളം പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐശ്വര്യ ഗോഡ്രെയുടെ സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ ഓരോ പരാതികളും ഉയരുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും ഇപ്പോൾ ഈ ജയസൂര്യക്കെതിരെ 2 മേഖലകളിൽ, ഒന്ന് തിരുവനന്തപുരത്താണ് ഒരു പരാതി രജിസ്റ്റർ ചെയ്തത്, രണ്ടാമത്തെ പരാതി കരമന പോലീസ് തിരുവനന്തപുരത്ത് തന്നെയാണ്. പക്ഷെ ആ പരാതി ഇപ്പോൾ തൊടുപുഴ പോലീസിന് കൈമാറി എന്നുള്ളതാണ്. പക്ഷെ 2 കേസുകളും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഐശ്വര്യ ഡോങ്ര ആണ്, ശരിയല്ലേ? തീർച്ചയായും കൊച്ചിയിൽ നിന്നും പരാതി വന്നതിനാൽ തുടർന്ന് അന്വേഷണം കന്റോൺമെന്റ് പോലീസിലേക്ക് കൈമാറുകയും കന്റോൺമെന്റ് പോലീസിലാണ് ഈ കേസ് ആദ്യ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കന്റോൺമെന്റ് പോലീസ് ഈ അന്വേഷണം നടത്തുന്ന അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രത്യേകം തിരുവനന്തപുരത്ത് മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേകം സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളൊക്കെയും ഈ അന്വേഷണ സംഘമായിരിക്കും അന്വേഷിക്കുക എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന
വിവരം. അതുകൊണ്ട് തന്നെ ഓരോ പരാതികൾക്കും ഓരോ അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസുകൾ ഒരുപാട് വരുന്ന ഈ ഒരു നടന്മാർക്കെതിരെ തന്നെ 2ഉം 3ഉം കേസുകൾ ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഓരോ കേസുകൾക്കായി ഓരോ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അത് അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഏറെ സഹായകരമാകുമെന്ന തീരുമാനത്തെ കൂടി ആലോചിച്ചാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നടൻ ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസ്, കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസ് ഇപ്പോൾ തൊടുപുഴ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ്. ഒപ്പം തന്നെ ഈ കേസുകൾ രണ്ടും അന്വേഷിക്കുന്നത് അന്വേഷണ സംഘത്തിൽപ്പെട്ട ഐശ്വര്യ ഡോങ്കറെ ആണെന്നും വിവരങ്ങൾ കൂടിയാണ് മാനസ മനോജ് ഇപ്പോൾ പങ്കുവച്ചത്.